ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇന്ന് രാവിലെ 10:30-യോടെയാണ് ആലുവ സ്റ്റേഷനിലെത്തി വെള്ളാപ്പള്ളി നടേശൻ കീഴടങ്ങിയത്. ഈ മാസം 10-ാം തീയതിക്ക് മുൻപ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ കീഴടങ്ങണമെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ CI വിജയന് മുൻപാകെ കീഴടങ്ങിയ വെള്ളാപ്പള്ളിയുടെ അറസ്റ്റ് 11 മണിയോടെയാണ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ആലുവ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സിറാജുദ്ദീനു മുൻപാകെ വെള്ളാപ്പള്ളിയെ ഹാജരാക്കിയത്. വെള്ളാപ്പള്ളിയുടെ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയുടെ നിർദ്ദേശവും പരിഗണിച്ചാണ് കീഴ്ക്കോടതി വെള്ളാപ്പള്ളിക്ക് ജാമ്യം അനുവദിച്ചത്. 25,000 രൂപ ബോണ്ടും 2 ആൾജാമ്യത്തിനുമേലാണ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം ലഭിച്ചത്. അതേസമയം ജാമ്യം ലഭിച്ച് പുറത്തുവന്ന വെള്ളാപ്പള്ളി KPCC പ്രസിഡന്റ് VM സുധീരൻ അധികാരം ഉപയോഗിച്ച് തന്നെ വേട്ടയാടുകയാണെന്ന് പറഞ്ഞു. കാരണം എന്നെ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് KPCC പ്രസിഡന്റ് തുടങ്ങിയിട്ട് ഒരു 18 കൊല്ലമായി. ഈ 18 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു KPCC പ്രസിഡന്റ് എന്ന ഒരു അധികാരം കിട്ടിയപ്പോൾ അധികാരത്തിന്റെ ദാഹട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കേസ് കൊടുത്തു. കീഴടങ്ങാനെത്തിയ വെള്ളാപ്പള്ളിക്കൊപ്പം ഭാര്യ പ്രീതി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും മറ്റ് യൂണിയൻ നേതാക്കളും എത്തിയിരുന്നു. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.